എങ്കിൽ ദൈവം മീൻ കൊടുത്തു. എവിടം വരെ കൊടുത്തു? കുങ്ങുമാറ്. പത്രോസ് എന്താ പറഞ്ഞേ? ഞാൻ പാവിയായ പാവമിരിക്കെ ചെയ്താണ് ദൈവം അനുഗ്രഹിച്ചത്. വിശുദ്ധി കൊണ്ടല്ല, വേർപാട് കൊണ്ട് അല്ല. അത് ഓർത്തോണം. ജീവിതത്തിൽ കുറവിരുന്നിട്ടും ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. തരാപാത്തിലെ വിധവ എന്താ പറഞ്ഞത്? മകൻ മരിച്ചപ്പോൾ വിധവ പറഞ്ഞത്, നീ എൻ്റെ പാപം ഓർപ്പിക്കാൻ വന്നതാണോ? അപ്പൊ പാപം ഇരിക്കെ ചെയ്താണ് ആ വീട്ടിലെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും. അപ്പൊ അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട ഇതുവരെ ദൈവം നിർത്തിയത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടൊന്നുമല്ല, പുള്ളിയുടെ കൃപ കൊണ്ടാണ്, കർത്താവിന്റെ കരുണ കൊണ്ടാണ്. സ്തോത്രം. ഈ നന്മ എങ്ങനെ, അനുഗ്രഹം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലിയാവിനോട് ദൈവം എന്താ പറഞ്ഞത്? ഞാൻ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എനിക്ക് ഒത്തിരി ഒച്ചത്തിൽ പറഞ്ഞിരിക്കാൻ മേല. ആമേ, ഞാൻ മഴ പെയ്യിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. വാഗ്ദത്തം, മഴ പെയ്യിക്കും. പക്ഷെ മഴ പെയ്തോ? ഇല്ല. മഴ എപ്പോഴാ പെയ്തത്? ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ പോയി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അന്നേരമാണ്. അതുകൊണ്ട് വാഗ്ദത്തം ഉണ്ടെന്നും പറഞ്ഞ് ആരും അനുഗ്രഹിക്കപ്പെടത്തില്ല. ആ വാഗ്ദത്തം നിറവേറാൻ പ്രാർത്ഥന വേണം. മഴ പെയ്യിക്കാമെന്ന് പറഞ്ഞ കർത്താവ് മഴയൊന്നും പെയ്യിച്ചില്ല. ഈ പുള്ളി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്ച്ചു. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതമില്ലാതെ വാഗ്ദത്തം നിറവേറത്തില്ല. പിന്നെ എന്നോട് പറഞ്ഞ ആലോചന നിറവേറിയില്ലെന്ന് ഇതിലെല്ലാം പറഞ്ഞു നടക്കരുത്. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മഴ പെയ്യിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് മഴ പെയ്തില്ല. പുള്ളി പോയി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് 2025 കടക്കുമ്പോൾ 24 കൂടുതൽ പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ വാഗ്ദത്തം നിറവേറുകയില്ല. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ജോലിയൊക്കെ തരാമെന്ന് പലരോട് പറഞ്ഞിട്ടുണ്ട്, പലരും അത് കേട്ടിരിക്കുക. പക്ഷെ ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ പ്രാർത്ഥിക്കണം. ആമേൻ. പുള്ളി എന്താ പറഞ്ഞത്? കാലിക്കാരനോട് പറഞ്ഞ് കടലിലോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, കൈപ്പത്തി പോലൊരു മേഘം. കൈപ്പത്തി പോലെ ഉടനെ ഏലിയാവ് ആഗാബിനോട് പറഞ്ഞ് വീട്ടിൽ പൊക്കോ. എന്നിട്ട് ഏലിയാവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആ മേഘം വലുതായി, മഴ പെയ്തു. എന്താ പഠിച്ചത്? പ്രാർത്ഥിച്ചപ്പോഴാണ് അത് വലുതായത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലുതാകത്തില്ല. അതുകൊണ്ട് ചെറിയ നന്മ ഈ വർഷം വലുതാകണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പ്രാർത്ഥിച്ചപ്പോഴാണ് അതൊരു വലിയ മഴക്കാറായിട്ട്. ആരംഭത്തിൽ അതെങ്ങനെയായിരുന്നു? ചെറിയൊരു അതുകൊണ്ട് ചില ദിവസം തീരുമാനമെടുത്ത് ഉപസിച്ച് പ്രാർത്ഥിച്ചാല് നിന്റെ ചെറിയ നന്മ വലുതാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് എന്നിട്ട് കിട്ടിയില്ല എന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം ഭാഷ മേത്തോട്ട് വെച്ചോടെ സഭയിലോട്ടെ ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴക്കാറ് വലുതായി. അപ്പൊ എത്ര കാര്യം പറഞ്ഞു? വാഗ്ദത്തം മഴ പെയ്യിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഈ പുള്ളി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ വാഗ്ദത്തം നിറവേറിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അളവ് കൂടണം കേട്ടോ. പത്രോസിനോട് എന്താ പറഞ്ഞത്? ആഴത്തിലേക്ക്. അതിന്റെ അർത്ഥം എന്താ? ആത്മീക മണ്ഡലം കുറെ കൂടെ ആഴത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. സ്തോത്രം പറഞ്ഞേ. ഈ വർഷത്തേക്കാൾ കുറെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥന ആഴങ്ങളിലേക്ക് പോകണം. ഹല്ലേലൂയ പറഞ്ഞേ. കുറെ കൂടെ ആഴമായിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ആഴത്തിൽ വലയിറക്കിയാൽ പെരുത്ത മീൻകൂട്ടം. ഈ വർഷത്തേക്കാൾ കൂടുതൽ ആത്മീയ ആഴത്തിലേക്ക് നീങ്ങണം. പ്രാർത്ഥന ആരാധനയല്ല 2 കൈയടിയും വെച്ചോണ്ടിരുന്നേച്ച് കിട്ടണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആത്മീയ തട്ടിപ്പിപ്പ ലോകത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കിട്ടും, ഇത് കിട്ടും. ബൈബിളിൽ അങ്ങനൊന്നും എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വിടുതൽ കിട്ടും, അനുഗ്രഹം കിട്ടും, ജോലി കിട്ടും, എല്ലാം കിട്ടും. കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനു വേണ്ടി ആരും ഇറങ്ങണ്ട. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് നമുക്ക് ജോലി തരാനും ഒന്നുമല്ല. ആണോ? എവിടെയെങ്കിലും വാക്യമുണ്ടോ? കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് ജോലി തരാൻ, വിസ തരാൻ ഇരിക്കുന്നതുകൊണ്ട് യേശു എന്ന് പേരിടുന്നതാണോ പറഞ്ഞത്? അവൻ നിങ്ങൾക്ക് വിസ തരാനിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ജോലി തരാനിരിക്കുന്നത് കൊണ്ട്. ജനിക്കുന്നതിന് മുമ്പേ ജനനത്തിന്റെ ഉദ്ദേശം പറഞ്ഞു. യേശു ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാ. പാപശാന്തി കൊടുക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് വിടുതൽ. സ്തോത്രം. അതുകൊണ്ട് വിടുതലല്ല വേണ്ടത്, പാപശാന്തിയാ. നമ്മൾ ഒരു കടയിൽ കയറി ദോശ മേടിച്ചാലേ സംബന്ധി കിട്ടത്തുള്ളൂ, അല്ലെ സംബന്ധി തന്നെ കിട്ടുമോ? അതുപോലെ പാപശാന്തി കിട്ടുമ്പോൾ ആ കൂടെ ചോദിക്കേണ്ട രോഗശാന്തി കിട്ടും. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ കിടക്കയെടുത്ത് നടന്നു. സ്തോത്രം. അല്ലാതെ നിന്റെ രോഗം ഞാൻ സൗഖ്യമാക്കിയെന്ന് അവനോട് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. നിന്റെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. അതോടെ യേശു പറഞ്ഞത്, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കിടക്കയെടുത്ത് രോഗം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞോ? ഇല്ല കേട്ടോ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഈ കുഞ്ഞിനെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. സ്തോത്രം. നമുക്ക് ഈ കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തതിനെ കുറിച്ച്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്ത ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എത്രയോ പേർക്ക് മക്കളില്ലാതിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തലമുറയെ തന്നു. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ദൈവം തരുന്ന അനുഗ്രഹത്തിനെല്ലാം നമ്മൾ നന്ദി പറയണം. നമ്മൾ തിരുമേശയൊക്കെ കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന വാക്യം കേട്ടില്ലേ? എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും ദൈവത്തെ സ്തുതിപ്പീൻ. അപ്പം ഈ ലോകത്തിൽ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം. അപ്പം ഈ കുഞ്ഞിനെ തന്നതിന് നന്ദി പറയണ്ടേ? സ്തോത്രം. വെറുതെ ഈ ഒരു വർഷം നടത്തിയതിന് നന്ദി പറയണ്ടേ? രോഗസൗഖ്യം തന്നതിന് നന്ദി പറയണ്ടേ? ആഹാരം കൊടുക്കാൻ വകയില്ലാഞ്ഞിട്ട് TV ഞാൻ കണ്ടു, മണ്ണ് തെള്ളി എടുത്തിട്ട് ആ മണ്ണിനകത്ത് പഞ്ചസാര കലക്കി സോമാലിയ എന്ന രാജ്യത്ത് പിള്ളേർക്ക് കൊടുക്കുന്നു. നമ്മുടെ ഫ്രിഡ്ജിനകത്തുനിന്നും പിറ്റേ ദിവസം എടുത്ത് കളയുക. സ്തോത്രം. നോക്കിക്കേ, 4 നേരം കഴിച്ചിട്ട് വീണ്ടും മീതി ഇരിക്കത്തക്ക നിലയിൽ ഈ ഒരു വർഷം പട്ടിണി ഇല്ലാതെ നടത്തിയപ്പം ആ മനുഷ്യന് നന്ദി പറയണ്ടേ? ആ മനുഷ്യന് നന്ദി പറയണ്ടേ? ഹല്ലേലൂയ പറ. ആമേൻ, ആമേൻ. നന്ദി പറയണ്ടേ നമ്മള്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഇപ്പോഴും പലർക്കും എന്തില്ല? കയറി കിടക്കാൻ സ്ഥലമില്ലാതെ എത്രയോ പേര് റോഡ് സൈഡിൽ കിടക്കുന്നു, കടത്തിണ്ണയിൽ കിടക്കുന്നു. ടെന്റ് വലിച്ചു കിട്ടി കിടക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഈ യുദ്ധ സമയത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓരോ സ്ഥലത്തൊക്കെ എത്ര കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളപ്പൊക്കം ഈ സമയത്തൊക്കെ AC-ക്കകത്ത് സുഖമായിട്ട് ചിക്കൻ മേടിച്ച് മട്ടൻ മേടിച്ച് എന്ത് ചെയ്തു സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരിക്കൽ തന്നെ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ കേട്ടോ. മറക്കരുത് എല്ലാവരും. നമുക്ക് കർത്താവിന്റെ കരത്തിൽ സമർപ്പിക്കാം. 2025 ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് 24-നേക്കാൾ കൂടുതൽ. ഞാൻ എപ്പോഴും പറയും, എന്താ ഞാൻ പറഞ്ഞത്? മോശ 5 പ്രാവശ്യം പർവ്വതം കയറി. 5 പ്രാവശ്യം. ഓരോ പ്രാവശ്യം മോശ പർവ്വതം കയറുമ്പോൾ വളരെ മാറ്റം. ആദ്യത്തെ പ്രാവശ്യം കയറിയത് എങ്ങനെയാ? പുറപ്പാട് 3-ാം അധ്യായത്തിൽ എങ്ങനെ പുള്ളി മുകളിലോട്ട് കയറിയത്? 2:22 വായിച്ചേ, ഇപ്പൊ കിട്ടും. പുറപ്പാട് 2:22. പുള്ളി ആദ്യത്തെ പ്രാവശ്യം ഒരു മകനെ പ്രസവിച്ചു, ഞാൻ അന്യദേശത്ത് പരദേശി ആയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗർശോം എന്ന് പേരിട്ടു. കണ്ടോ? ഇങ്ങനെയാ കയറിയത്. എങ്ങനെ? ഞാൻ അന്യദേശത്തെ പരദേശി ആയിരിക്കുന്നു. നോക്കി, ഇനിയിപ്പൊ അതിന്റെ അർത്ഥം പറയാം. ഇങ്ങോട്ട് നോക്കി. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എനിക്ക് വീടില്ല, ഞാൻ ഇപ്പോഴും 1 സെന്റ് സ്ഥലമില്ല, വീടില്ല, നല്ല ജോലിയില്ല, ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ല, എനിക്കൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ഒരു പരദേശി.
ഒരു തകർന്ന മനുഷ്യരായിട്ടാണ് ആ മുകളിലോട്ട് കയറിയത്. ഹല്ലേലൂയ. സ്വത്രം പറയും. സ്വന്തമായി 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവനായി, ഒരു വീടില്ലാത്തവനായി, നല്ലൊരു ജോലി ഇല്ലാത്തവനായി, ഒരു സാമ്പത്തിക ഡിപ്പോസിറ്റ് ഇല്ലാത്തവനായി മുകളിലോട്ട് കയറിയ പുള്ളി താഴോട്ട് ഇറങ്ങിയത് എങ്ങനെയാ പറഞ്ഞാട്ടെ? താഴോട്ട് ഇറങ്ങിയത് 20 ലക്ഷം പേർക്ക് മന്ന കൊടുക്കത്തക്ക നിലയിൽ, അവർക്ക് ഹല്ലേലൂയ. കാടപ്പക്ഷി കൊടുക്കത്തക്ക നിലയിൽ, അവർക്ക് ആമേൻ. വസ്ത്രം കൊടുക്കത്തക്ക നിലയിൽ, അവർക്ക് ചെരുപ്പ് കൊടുക്കത്തക്ക നിലയിൽ, കോടീശ്വരന്മാരെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ചെയ്യത്തക്ക നിലയിലാണ് താഴോട്ട് വന്നത്, ഹല്ലേലൂയ. പർവ്വതത്തിലോട്ട്. അപ്പൊ ആത്മീയ ഉയരത്തിലോട്ട് കയറിയാൽ എങ്ങനെ ഇരിക്കും? സ്വത്രം പറഞ്ഞേ. ഈ ആമേൻ. കുഴിക്കകത്തുനിന്ന് ആത്മീയ ഉയരങ്ങളിലേക്ക് കയറിയാൽ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എല്ലാ തലങ്ങളിലും മാറ്റം വരും. സ്വത്രം. സ്ഥലമില്ലാത്ത, വീടില്ലാതെ, നല്ല ജോലി ഇല്ലാതെ, ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലാതെ ആകെ തകർന്ന് കിടന്നവൻ മുകളിലോട്ട് കയറിയപ്പോൾ അവന്റെ ജീവിതത്തിന് വന്ന മാറ്റം കണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥന കുറെ കൂടെ മുകളിലോട്ട്, ഹല്ലേലൂയ. ആരാധന കുറെ കൂടെ, അതോ താഴോട്ടാണോ? സ്വത്രം പറ. 2025 കേറുമ്പോൾ 24 നീ ഉയരങ്ങളിൽ എത്തണം. സ്വത്രം പറഞ്ഞേ. നീ ആമേൻ. എന്നും ഈ ആത്മീക കുഴി കിടക്കുന്ന മെത്തേഡ് നിർത്തണം. കണ്ടോ മോളിൽ കയറിയതിന്റെ വിശേഷത കണ്ടോ? പിന്നൊരു പ്രാവശ്യം മോളിൽ കയറി, എന്താ താഴോട്ട് വന്നപ്പോ കൊരിന്ത് സഭ എന്താ പറഞ്ഞേ? മോശ ആ മുഖത്തൊരു തുണി ഒന്നിട്ട്, എനിക്ക് നിന്റെ മുഖത്തോട്ട് നോക്കാൻ മേല. മോശ അങ്ങ് തിളങ്ങുകാരുന്നു, തേജസ്സിൽ മോശ കത്തി. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മുകളിലേക്ക്, ഉപവാസത്തിന്റെ മുകളിലേക്ക്, ആരാധനയുടെ മുകളിലേക്ക്, ആത്മനിറവിന്റെ മുകളിലേക്ക് ഈ ദിവസങ്ങളിൽ നീ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഉയർന്നു വന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ താഴ്ചയുടെ അനുഭവം മാറുകയില്ല, ജീവിതത്തിന് മാറ്റം വരികയില്ല. കേട്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരിക്ക് ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ടവർക്ക് ദൈവം അനുഗ്രഹിച്ച് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ആമേ. ഇപ്പം മോളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ദൈവം, ഞാൻ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ വാക്യം പ്രസംഗിക്കത്തില്ല, ഒന്ന് വരച്ചിട്ടു. വാക്യം 148 സങ്കീർത്തനം 12 വാക്യം. ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾ ബാല്യത്തിൽ വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ അരമനയുടെ മാതിരി കുത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. ബാല്യത്തിൽ വളരുന്ന തൈകൾ. സ്വത്രം പറഞ്ഞേ. അപ്പോ ഒരാൺകുഞ്ഞുണ്ടായാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. ചെറിയ തൈത്തെങ്ങിനകത്ത് തേങ്ങ നിറച്ചു കാണും. അതിന്റെ ഓലയ്ക്ക് ഭയങ്കര നീളമാണ്, അതിന് നല്ല കളറാണ്, അത് നല്ല തഴപ്പാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയാം, ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർക്ക് ഭാവിയില്ലാതെ പോകില്ല. ദൈവത്തെ ആരാധിക്കുന്ന മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ആയിരിക്കത്തില്ല, ബാല്യത്തിൽ വളരുന്ന തൈകൾ പോലെ ഇരിക്കും. ഹല്ലേലൂയ പറ. ഇനി പെൺകുഞ്ഞിന്റെ അനുഗ്രഹം അതേ വാക്യം കണ്ടോ? അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൂണുകൾ. തൂണല്ല, കൊത്തിയ തൂണ്. അതുമല്ല, മൂലത്തൂണ്. സ്തോത്രം. കൊട്ടാരത്തിന്റെ പണ്ടത്തെ, ഇന്ന് എല്ലാം ഫില്ലറയിലാണ് നിൽക്കുന്നത്, എല്ലാം ഫില്ലറാ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന് തൂണുകളാണ്, മൂലത്തൂണ. 3 തൂണ് വീതം ഒന്നിച്ച് നിർത്തുന്നതാണ് ഈ മൂലത്തൂണെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ തൂണിനകത്ത് മുഴുവനും സ്വർണം കൊണ്ട് കുത്തി കുത്തി മനോഹരമായ പൂക്കളും നല്ല ചിത്രങ്ങളും ഒക്കെ കുത്തിയിട്ടേക്കുവാണ്, വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും. ശലോമോൻ രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു തൂണെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടാൽ കോടിക്കണക്കിന് സ്വർണം ഉണ്ട് അതിനകത്ത്. സ്തോത്രം പറഞ്ഞേ. അതുപോലെ വിലയുള്ള തൂണുകളാണത്, അതുപോലെ മനോഹരമാണത് കാണാൻ. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്, കാരണം കൊത്തുപണി അത് മുഴുവനും.
പ്രൈസ് ദി ലോർഡ്. സ്വർണം കൊണ്ടാണ് അതിനകത്ത് കുത്തി പണിതേക്കുന്നത്, വെള്ളി കൊണ്ടാണ്. അത് കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ പറ. അപ്പൊ ഒരു ആൺകുഞ്ഞിനേക്കാൾ അനുഗ്രഹമാണ് ഒരു പെൺകുഞ്ഞ് കേട്ടോ. ഓക്കെ, സ്തോത്രം. ഓർത്തോളൂ. ഇനി ഒരു പ്രത്യേകത, ഈ കൊട്ടാരം എന്താ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? ഈ ഫ്ലാറ്റ് എന്താ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്? എൻ്റെ ദൈവമക്കളെ, ഈ ഫ്ലാറ്റ് പൊങ്ങി നിൽക്കുന്ന ഇതിന്റെ പില്ലർ കൊണ്ടാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വീട് ഉയർത്തിപ്പിടിക്കുന്നത് ആ വീട്ടിലെ പെൺപിള്ളാരാ. സ്വത്രം പറ. കണ്ടോ, തൂണില്ലെങ്കിൽ ഇത് താഴെ വീഴും. ഹല്ലേലൂയ പറ. തൂണുണ്ടെങ്കിൽ കൊട്ടാരം പൊങ്ങി നിൽക്കത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തെ അനുഗ്രഹമാക്കി നടത്തുന്നത് പെൺപിള്ളാരാണ്. കണ്ടോ? പ്രാർത്ഥിക്കുക. ഈ വാക്യം വെച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് മാതാപിതാക്കള് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ഉപദേശപരമായി നമുക്ക് ചില കാര്യങ്ങളുണ്ട്, ഉപദേശപരമായിട്ട്. പിന്നെ ഉപദേശമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് നമുക്ക്. സ്തോത്രം. ഉപദേശപരമായിട്ടുള്ള കാര്യമാണ് സ്നാനം. അത് ഉപദേശം, അത് നമുക്ക് മാറ്റാൻ. തിരുമേശ, അത് ഉപദേശമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ കാല് കഴുകി ശുശ്രൂഷ ഉപദേശമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ല ചെയ്യണ്ട. പക്ഷെ സ്നാനം അങ്ങനല്ല, അത് ചെയ്തേ പറ്റും. സ്വന്തം പറയാം, സ്നാനവും തിരുമേശയല്ല, ഉപദേശം ചെയ്തേ പറ്റും എന്ന് പറഞ്ഞതുപോലെ ശിശു പ്രതിഷ്ഠ ഒരു ഉപദേശമല്ല, പക്ഷെ അത് ചെയ്തേ പറ്റും. എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞത്? എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയണം. സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മയ്ക്കും നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ട് തീർച്ചയായും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ദൈവകരത്തിൽ സമർപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം പറഞ്ഞേ. അതൊരു ഉപദേശമല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം, കർത്താവിന്റെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ കരം വെച്ച് കർത്താവ് അനുഗ്രഹിക്കുമായിരുന്നു. മത്തായി 19:13-15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് പോണേ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ശിശുക്കളെ പ്രാർത്ഥിക്കുന്ന ഒരു പദവി കർത്താവിന്. അപ്പൊ അവിടുത്തെ മാതാപിതാക്കൾ എല്ലാം പിള്ളേരെ കൊണ്ടുവന്ന് കർത്താവിനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കും. ശിഷ്യന്മാർക്ക് തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് അതത്ര കൊണ്ട് താല്പര്യപ്പെട്ടില്ലെങ്കിലും കർത്താവ് എന്ത് ചെയ്തില്ല? പറഞ്ഞ് അവരെ തടയണ്ട, വിടാൻ പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ കരത്തിൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കർത്താവില്ല. ഇന്ന് കർത്താവ് നമ്മുടെ ഇടയില് ഇല്ല. അതുകൊണ്ട് ദൈവദാസന്മാരുടെ കയ്യിൽ കൊടുത്ത് കർത്താവിന്റെ കരം വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തുന്നത്. ലിലിയ പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിന്റെ കരം നേരിട്ട് അന്നുണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന് കരം വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് നമുക്ക് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോയി നേരിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇവിടെ ഇല്ല. കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് കൊണ്ട് നമ്മൾ ഇന്ന് കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി സഭയുടെ മുമ്പിൽ ദൈവദാസന്മാരുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അവര് കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ കൈവച്ച് വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പേരാണ് ശിശു പ്രതിഷ്ഠ. ലിലിയ പറഞ്ഞാട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. അതെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കൾ പ്രത്യേകം ദൈവത്തിന് നന്ദി പറയണം. പ്രത്യേകം നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദൈവം തന്നതിൻ്റെ ആ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ
സാക്ഷി പറയണം. ആമേൻ ആമേൻ. സിസ്റ്റർ സാക്ഷി പറഞ്ഞില്ല, നിർബന്ധമായിട്ട് ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോൾ അത് അനുഗ്രഹമാണ്. ആ തന്ന കർത്താവിന് മുമ്പിൽ ഒരു വാക്ക് പറയണ്ടേ നമ്മൾ? ദൈവമേ നീ എനിക്ക് തന്നതിനായി നന്ദിയെന്നെങ്കിലും പറയണ്ടേ നമ്മൾ? ഹല്ലേലൂയ പറഞ്ഞേ. അത് പറഞ്ഞേ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇവർക്ക് ഈ സാക്ഷി പറയുന്ന കൂട്ടത്തിൽ സമയം കൊടുക്കരുത്. ഈ ശുശ്രൂഷ സമയത്ത് അവരെ മുമ്പോട്ട് വരുത്തി നമുക്ക് എന്ത് ചെയ്യണം? പുള്ളി തലക്കെ കയറി അവർക്കൊക്കെ ഞാൻ നേരത്തെ പുള്ളിയെ വിളിച്ച് പറഞ്ഞത്, ഈ ശുശ്രൂഷ സമയത്ത് അവർ മുമ്പോട്ട് വന്നിരുന്ന് സാക്ഷി പറയട്ടെ. കാരണം ഈ കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾക്കറിയാവോ? ഇനി ഞാൻ അതിലേക്ക് കടക്കുക. നമുക്ക് പെട്ടെന്ന് നോക്കാം. നമുക്ക് കുഞ്ഞുങ്ങൾ എന്താണ്? കുഞ്ഞുങ്ങൾ എന്താണ്? യോബ് എന്താ പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മക്കൾ ദൈവത്തിന്റെ ദാനമാ. ദൈവം നമുക്ക് തരുന്ന നന്മയാണ്. 127 സങ്കീർത്തനം എന്താ പറഞ്ഞത്? ആമേൻ. മക്കൾ ഉദരഫലം, അത് പ്രതിഫലം. ദൈവം തരുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഫലമാണ് തലമുറ. സ്തോത്രം പറഞ്ഞ്. ദൈവം തരുന്ന അനുഗ്രഹമാണ്, ദൈവം തരുന്ന ദാനമാണ് മക്കൾ. യാക്കോബ് എന്താ പറഞ്ഞത്? ഏശാവ് വന്നപ്പോ പറഞ്ഞ്, ഇതാ ദൈവം എനിക്ക് ദാനമായി തന്ന മക്കൾ. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. കുഞ്ഞുങ്ങൾ നിങ്ങൾക്കതൊരു അനുഗ്രഹമായി തന്നതാണ്, നിങ്ങൾക്കതൊരു പ്രതിഫലമായി തന്നതാണ് കുഞ്ഞുങ്ങൾ. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ദൈവം തരുന്ന ദാനത്തിന് നന്ദി പറയണം നമ്മൾ. സ്തോത്രം പറഞ്ഞ്. ദൈവം തരുന്ന പ്രതിഫലത്തിന് നമ്മൾ നന്ദി പറയണം. സ്തോത്രം പറഞ്ഞ്. മക്കൾ യഹോവ നൽകുന്ന ഉദരഫലം, മക്കൾ ദൈവം തരുന്ന പ്രതിഫലം. സ്തോത്രം പറഞ്ഞ്. അപ്പോൾ ദൈവം തരുന്ന ഫലത്തിന് നന്ദി പറയണ്ടേ? നമ്മളൊരു വൃക്ഷം ഉണ്ടായി വെച്ച് കഴിയുമ്പോൾ അതിലൊരു തേങ്ങ കായ്ക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? സ്തോത്രം പറഞ്ഞേ. അപ്പോൾ നിങ്ങളായിരിക്കുന്ന വൃക്ഷത്തിന്മേൽ ഒരു ഫലം തരുമ്പോൾ ആ തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ഇനി വിവാഹം കഴിച്ചത് കൊണ്ടോ ഒന്നും ആർക്കും കുഞ്ഞുങ്ങൾ എന്തല്ല, ഭാര്യ ഭർത്താവ് ആയതുകൊണ്ടോ വിവാഹം കഴിച്ചത് കൊണ്ടോ ഒന്നും മക്കള് നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ. ഉരുവാക്കുവാൻ ഒരാളുണ്ട്. അങ്ങനെ ഒരാൾ ഉരുവാക്കിയെങ്കിൽ മാത്രമേ കുട്ടികൾ ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം പറ. നിന്റെ ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവൻ. സ്തോത്രം പറഞ്ഞാട്ടെ. മാതാപിതാക്കൾ ഒരു കാര്യം അറിയണം. നിങ്ങൾ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത് കൊണ്ടല്ല മക്കളുണ്ടായത്. മക്കളുണ്ടായത് കർത്താവിന്റെ കരം നിങ്ങളുടെ ഉദരത്തിൽ ഉരുവാക്കിയത് കൊണ്ടാണ്. സ്തോത്രം പറഞ്ഞത്. അപ്പം നന്ദി പറയണ്ടേ പുള്ളിക്ക്? സ്തോത്രം പറഞ്ഞ്. സർവശക്തൻ നമ്മള് ഉരുവാക്കിയെടുത്തു. ആ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ. നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അറിയാവോ? പ്രൈസ് ദി ലോർഡ്. രൂപപ്പെടുത്തുക എന്ന് പറയും. നമ്മൾ ഒരു തടി വെട്ടിയിട്ട് ആ തടിക്കകത്തുനിന്ന് ഒരു കട്ടിൽ നിർമ്മിച്ചെടുക്കുക, ഒരു മേശ നിർമ്മിച്ചെടുക്കുക. അങ്ങനെ ആ തടി കൊണ്ട് നമ്മൾ ഒരു കട്ടിൽ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിങ്ങളുടെ ഗർഭത്തിനകത്തിട്ട് വെറും മാംസ ഭിന്നത്തെ രൂപപ്പെടുത്തി അതിനെ ഒരു പെൺകുഞ്ഞാക്കി തന്നപ്പം ആ രൂപപ്പെടുത്തി തന്ന പുള്ളിക്ക് നമ്മൾ നന്ദി പറയണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. നിന്നെ ഉരുവാക്കിയവനും നിന്നെ നിർമ്മിച്ചവനും. സ്തോത്രം പറഞ്ഞേ. ആശാരി എത്ര ദിവസം കൊണ്ടാ ഒരു കട്ടിൽ നിർമ്മിച്ചെടുക്കുന്നത്? സ്തോത്രം പറഞ്ഞ്. അതിന്റെ കാല് ചെത്തി, അത് ചെത്തി, കാല് ചെത്തി എന്നിത് ഇഴുക രണ്ടും ചെത്തി, കാല് ചെത്തി, അതിന്റെ മോഡൽ വെച്ചു. അങ്ങനെ ദിവസങ്ങളോളം നിർമ്മിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. സ്തോത്രം പറഞ്ഞ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായി വരുമ്പോൾ അതിന്റെ കാല് നിർമ്മിക്കുന്നവനും കൈ നിർമ്മിക്കുന്നവനും തല നിർമ്മിക്കുന്നവനും അങ്ങനെ ഗർഭത്തിലെ ദൈവം നിർമ്മിച്ചും ഉരുവാക്കിയിട്ടുമാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ നന്ദി പറയുക, ഓർത്തിരിക്കണം കുഞ്ഞുങ്ങളെയൊക്കെ തരുമ്പോൾ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് മക്കളില്ലാത്തവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഉരുവാക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. നിന്നെ ഉരുവാക്കിയവൻ. ഇനി 43:7 വായിച്ച് യെശയ്യാ പ്രവചനം. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ടോ, നിർമ്മിച്ചും. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന സൃഷ്ടിച്ചു, നിർമ്മിച്ചു. സൃഷ്ടിച്ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയാവോ? ഇല്ലായ്മയിൽ ഉളവാക്കി. ആ ഉളവാക്കിയതിനെ വീണ്ടും നിർമ്മിച്ചു. സ്തോത്രം പറഞ്ഞേ. ആ ഉളവാക്കിയതിനെ എന്ത് ചെയ്തു? വീണ്ടും നിർമ്മിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കരം നമ്മുടെ മാതാപിതാക്കള് നിങ്ങൾ അറിയേണ്ടത്, ദൈവം നിങ്ങളുടെ ഉദരത്തിനകത്ത് സൃഷ്ടിച്ചിട്ട് അതിനകത്ത് ഉരുവാക്കി. അതിനെക്കുറിച്ച് കുറെ കൂടെ ആഴമായിട്ട് ദാവീദ് പറയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞു, എന്നെ മെടഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. 139 സങ്കീർത്തനത്തിൽ പുള്ളി പറയുക, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചെന്നറിയണ്ടേ? നിങ്ങൾ ഓർക്കുന്ന ഹോസ്പിറ്റലിൽ പോയി അല്ലെ, എന്ത് ചെയ്തു? 10ാം മാസം ഡോക്ടറെ അതിന് വേണ്ട ചികിത്സയൊക്കെ നമ്മൾ പ്രസവിച്ചെന്നാ? അല്ല. 71 സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. 1-ാമത്തെ മാസം തുടങ്ങി കർത്താവിന്റെ കരം താങ്ങിയത് കൊണ്ടാണ് സ്തോത്രം പറഞ്ഞത് 10 മാസം പൂർത്തീകരിച്ചത്. ഹല്ലേലൂയ പറഞ്ഞത്. ദാവീദ് പറയാണ്, ഗർഭം മുതലേ അലസി പോകാഞ്ഞതിന്റെ കാരണം നീ എന്നെ ഗർഭത്തിൽ വെച്ച് താങ്ങി നഷ്ടപ്പെട്ടു പോയില്ല. 10ാമത്തെ മാസം പ്രസവിച്ചത് എങ്ങനെയാണെന്ന് ദാവീദ് വീണ്ടും പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ എന്നെ വെളിയിലെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. 10ാം മാസം ഒരു സഹോദരി ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഓർത്തോളും, അത് കർത്താവിന്റെ കരമാണ്. ആ കുഞ്ഞ് വെളി വരാൻ വേണ്ടി ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടലാണ് അവിടെ നടന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ നന്ദി പറയുക കേട്ടോ. ആമേ, എത്ര വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് ചെയ്തു തന്നത് എന്ന് മറന്നു പോകരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നന്ദി പറയുക കേട്ടോ. ഇനി കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധയിൽ അതിനെ വളർത്തണം. ഞാൻ അടുത്ത ആഴ്ച അതിൻ്റെ ഒരു ലിസ്റ്റ്, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഞാനത് തരാം. അത് പൂർണ്ണമായിട്ടില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ആമേൻ. കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വചനപ്രകാരം അവരെ നമ്മൾ ഇപ്പൊ 128-ാം സങ്കീർത്തനത്തിൽ കണ്ടോ, അവിടെ എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക വ്യാഖ്യാനമുണ്ട്. കാരണം ഈ വലിയ ഒലിവില്ലേ, വലിയ ഒലിവേ വളർന്ന് കുറേ കഴിയുമ്പോൾ അതിന് ഭാരം കൂടും. അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഭാരം കൂടും. അതിങ്ങനെ താഴോട്ട് ചാഞ്ഞു വരും, ഭാരം കൂടിയിട്ട്. അപ്പൊ ഇതിന്റെ ചോട്ടിൽ നിന്നുള്ള ചെറിയ ഒലിവില്ലേ, അതിങ്ങനെ വളർന്ന് മുകളിലോട്ട് പൊങ്ങിയിട്ട് ആ ഭാരമുള്ള കമ്പിനെ താങ്ങിയോടെ നിർത്തും. മനസ്സിലായോ? അതാണ് മക്കൾ ഒലിവ് തൈകൾ. മാതാപിതാക്കളുടെ ഭാരം താങ്ങി നിർത്തുന്ന തൈകളാണ്. ലേലിയ പറഞ്ഞേ. കുറെ കഴിയുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തിലെ ഭാരമേറിയ അവസ്ഥകള് ആഞ്ഞടിക്കുമ്പോൾ എല്ലാവിധത്തിൽ നമുക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഭാരങ്ങൾ ആരംഭിക്കും നമ്മുടെ ജീവിതത്തിൽ. സ്വന്തം ഇല്ലേ? കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴില്ല, ഒരു 10-23 വയസ്സൊക്കെ ആകുമ്പോൾ ഭാരങ്ങൾ തുടങ്ങും. എന്താ ഭാരം? കല്യാണം കഴിച്ചു വിടണം, പിന്നെ പ്രസവം എടുക്കണം,
ഇവരുടെ വീട്ടിൽ പോകണം, പിന്നെ അടുത്ത കൊച്ചിനെ കെട്ടിക്കണം, ഇങ്ങനെ ഭാരം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഓരോരോ ഭാരങ്ങൾ തുടങ്ങുമ്പോൾ ഈ കമ്പിന് താങ്ങി പിടിക്കാൻ പറ്റത്തില്ല. ഈ ഒലുവിന്റെ കമ്പ് താഴോട്ട് ചാഞ്ഞു വരുമ്പോഴാണ് ഈ താഴേന്ന് വരുന്ന തൈ എന്ത് ചെയ്യും, അതിനെ താങ്ങി അവിടെ നിർത്തും. സ്തോത്രം. അങ്ങനെ മാതാപിതാക്കളുടെ വേദനകളിലും അവരുടെ ഭാരങ്ങളിലും ഒക്കെ ഒരു താങ്ങാണ് കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ ആമേൻ. അതുകൊണ്ട് ദൈവം നിങ്ങളെ മാനിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ കരത്തിലേക്ക് സമർപ്പിക്കാം. സദൃശവാക്യം എടുത്ത് 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം എടുത്ത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ ആ. അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഞാൻ എപ്പോഴും പറയും, ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക കേട്ടോ. ഹല്ലേലൂയ. ആമേ. ഇപ്പം നിങ്ങൾക്കൊക്കെ സമയം ഉപയോഗിക്കാനായിട്ട് അറിയാം. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അത് നമ്മൾ തക്കത്തിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഏതാ 5 വയസ്സാകുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സമയം, അത് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് അറിയത്തില്ല. അവർക്കറിയത്തില്ല 5-ാമത്തെ വയസ്സിൽ എനിക്ക് സ്കൂളിൽ. പക്ഷെ ആ സമയം ആരുപയോഗിക്കണം? അത് മാതാപിതാക്കൾ ഉപയോഗിക്കണം. സ്തോത്രം പോലെ ആ സമയത്ത് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടാതിരുന്നേച്ച് പിന്നെ എന്ത് ചെയ്യരുതേ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് വളരേണ്ട സമയങ്ങൾ അത് അവർക്കറിയാത്തത് കൊണ്ട് മാതാപിതാക്കൾ ആ സമയത്ത് കൊടുക്കേണ്ട ഉപദേശങ്ങളും ആ സമയത്ത് കൊടുക്കേണ്ട ചിട്ടകളും ആ സമയത്ത് കൊടുക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. കൊടുത്തില്ലെങ്കിൽ സ്തോത്രം. അതിന്റെ ചോദ്യം നിങ്ങളോടാണ്. പ്രൈസ് ദി ലോർഡ്. നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. വൃദ്ധനായാലും അത് വിട്ട്. വിട്ടുമാറുകയില്ല. അപ്പൊ കുഞ്ഞുങ്ങളെ ചെറുപ്പം തൊട്ട് ഉപദേശിക്കണോ? കുറ്റം കണ്ടാ പറയണോ? നല്ല വഴി കൂടെ കൊണ്ടുപോകണോ? ശാസിക്കണോ കുഞ്ഞുങ്ങളെ? പ്രൈസ് ദി ലോർഡ്. ചിലതൊന്നും ചെയ്യത്തില്ല. സ്നേഹമാണെന്നാ പറയുന്നത്. അല്ലേ? സ്നേഹമാണ് കുഞ്ഞുങ്ങളോട് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതല്ല സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം? ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്ക, വൃദ്ധനായാലും അത് വിട്ടുപോകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും ഇവരൊക്കെ ഈ സ്റ്റാൻലി ഡേവിഡും ഒക്കെ സൺഡേ സ്കൂൾ പഠിച്ച വാക്യം ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ചെറുപ്പത്തിൽ അത് ആ വഴിയിലൂടെ പോയത് കൊണ്ട് ഇപ്പോഴും അതൊക്കെ അറിയാം. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വേദന വരുമ്പോൾ ആ വാക്യം പൊങ്ങി വരും. സ്തോത്രം പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ശരിക്കും അവരുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചും കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുത്തും അവരെ വളർത്തണം. ബാക്കി ഒന്നുകൂടെ വായിക്കാം. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കണ്ടോ? അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പൊ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിലോ? വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. സ്തോത്രം. ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, ആദരിക്കാൻ പഠിപ്പിക്കുക, അനുസരണം പഠിപ്പിക്കുക, എല്ലാം നമ്മൾ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദര ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. അത് അനുഗ്രഹമായിരിക്കണം കേട്ടോ. ഇനി സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിച്ചേ. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. അപ്പൊ സ്നേഹം എന്താ? ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. കണ്ടോ? അപ്പൊ സ്നേഹിക്കുന്നെങ്കിൽ ശിക്ഷിക്കത്തില്ലേ? അതാ സ്നേഹം. കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നതാണ് സ്നേഹം, ശിക്ഷിക്കുന്നതാണ് സ്നേഹം. അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. നമുക്ക് എല്ലാവർക്കും കുട്ടികളുണ്ടല്ലോ. എനിക്കൊരു മോനുണ്ട്. എൻ്റെ മോൻ 8-ാമത്തെ മാസത്തിൽ മോൻ്റെ മമ്മി മരിച്ചു. പിന്നെ ആ കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോഴാണ് 2ാമത് കല്യാണം കഴിക്കുന്നത്. ഞാൻ ആ കുഞ്ഞിനെ വളർത്തിയത്. പ്രൈസ് ദി ലോർഡ്. 6 വയസ്സ് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും
ഇങ്ങോട്ട് ഞാൻ 13ാമത്തെ വയസ്സിലെങ്ങാണ്ട് ഇങ്ങോട്ട് ഞാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം എന്നെ ആരും പഠിപ്പിക്കരുത്. കാര്യം തള്ളയില്ലാത്ത കുഞ്ഞിനെ വളർത്തിയ ആളാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അറിയാമല്ലോ, 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയില്ലാതെ വളർത്തല വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് പാസ്റ്റർ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാരും എന്ത് ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം? ആമേ. തീർച്ചയായിട്ടും ആമേൻ. നമ്മൾ അവരെ ഉപദേശിക്കേണ്ട കാര്യങ്ങൾ ഉപദേശിച്ച്, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞ്, ചെറുതായി ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ച് നമ്മൾ അവരെ വളർത്തണം. കാരണം ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുപോകുകയില്ല. ആമേ. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾ അനുസരണത്തോടെ വളർത്തുന്നു. അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്, വലിയ സന്തോഷമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല പാർശ്വി പ്രസംഗിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതി വചനത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളതേ ഉള്ളൂ. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് നമുക്ക് 19ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സദൃശവാക്യം 19:11 വായിച്ചേ. സുഖജീവനം ഭോഷന് യോഗ്യമല്ല, പ്രഭുക്കന്മാരുടെ കർത്തൃത്വം നടത്തുന്നതോ ദാസൻ എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ഓക്കെ, അല്ല അതല്ല, എനിക്ക് തെറ്റി, ഞാൻ പറയാം. 23:13-14. ഓക്കെ, ഒന്നുകൂടെ വായിച്ചേ. അപ്പൊ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ ഉപദേശത്തിൽ തന്നെ വളർത്തണം കേട്ടോ. യഹൂദന്മാർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഉപദേശമുണ്ട്. അവരെ കുറിച്ച് ആവർത്തന പുസ്തകത്തിലൊക്കെ പറയുന്നത് അവരുടെ കയ്യിൽ ന്യായപ്രമാണം കെട്ടിയിടണമെന്നാണ്. ന്യായപ്രമാണം അവരുടെ കയ്യിൽ ഇങ്ങനെ നമ്മൾ വാച്ച് കിട്ടുന്ന പോലെ കെട്ടിയിടണമെന്നാ പറയുന്നത്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും പുതിയ നിമിത്തി പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണം അവരുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിടണം. വീട്ടിലിരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം മാതാപിതാക്കൾ ഇത് പറഞ്ഞു കൊടുക്കുകയും പറയിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ആവർത്തന പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുക. മാതാപിതാക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇനി ഞാൻ പുതിയ നിയമത്തിലിട്ട് 1-2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മടങ്ങി വരാം. എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. ഇത് കണ്ടോ പിള്ളേരെ? ചിലർക്കൊക്കെ കുഞ്ഞുങ്ങളെ നാണക്കേടാ. കുഞ്ഞുങ്ങളെ പോണ വഴിക്ക് അതും ഇതുമൊക്കെ ചോദിക്കുന്നതും എടുക്കുന്നതും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ ശാന്തതയോടെ ഉപദേശം പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാ വായിക്കുന്നത്? പത്യ ഉപദേശത്തിലെ ഒന്നര വായിച്ച് കേൾപ്പിച്ചാല്. പത്യോപദേശം കണ്ടോ? എന്താ അതിന്റെ പത്യം? ഈ ആയുർവേദ ഡോക്ടർ പറയും, നിങ്ങൾ കഷായം തരുമ്പോൾ പുളി കഴിക്കരുത്, കാന്താരി കഴിക്കരുത്, കാന്താരി കഴിക്കരുത്, പുളി കഴിക്കരുത്. ഷുഗറിന്റെ ഡോക്ടർമാർ പറയും കപ്പ തിന്നരുത്, ഉരുളക്കിഴങ്ങ് തിന്നരുത് എന്ന് പറഞ്ഞ പോലെ കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. മോനെ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. പത്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ഉപദേശിക്കണം. അത് പാസ്റ്ററല്ല, അത് നിങ്ങൾ ചെയ്യണം. സ്തോത്രം പറഞ്ഞേ, ആമേൻ. മനസ്സിലായോ? പത്യോപദേശം. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ പത്യം എടുക്കുന്നത്? മരുന്ന് കഴിച്ചാൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ പത്യം എടുക്കണ്ടേ? ദൈവവചന പ്രകാരം കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ പത്യോപദേശ പ്രകാരം അവർ ജീവിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്നും ചെറിയ ബാലശിക്ഷയൊക്കെ കൊടുത്ത് പത്യോപദേശത്തിൽ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? വളർത്തണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ തീരുമാനങ്ങൾ എടുക്കുക. സ്തോത്രം. കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പേരെ എനിക്കറിയാം പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക്
ഒളിച്ചോടി സിനിമയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ അല്ലെ ആരാണ്ടൊക്കെ ചിരിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ പോവുകയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം, പോട്ടെ, സാരമില്ല. അതുകൊണ്ട് പത്യ ഉപദേശം ചെറുപ്പം തൊട്ടേ പറഞ്ഞു കൊടുത്ത് നമ്മളെ വളർത്തുക. ഞാൻ ഇന്ത്യൻ നേവി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. കൊച്ചി നേവൽ ബേസിൽ സിവിലിയനായിരുന്നു, സർവീസിലല്ലായിരുന്നു, സിവിലിയനാ. ഇപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ ഇപ്പൊ സർവീസിലുണ്ട്. കൊച്ചി ഷിപ്പ്യാർഡിലും ഒക്കെ എൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട്. മനസ്സിലായില്ലല്ലേ? അമ്മേ. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കൊക്കെ ഈ കോട്ട കിട്ടുക. എനിക്ക് കിട്ടില്ല, ഞാൻ സിവിലിയനാ. എന്നാലും എനിക്ക് ഇഷ്ടം പോലെ ഗവൺമെന്റ് ഇഷ്ടം പോലെ ആമേ വിസ്കിയും ബ്രാൻഡിയും ഒക്കെ ഞാൻ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഒത്തിരി ഒത്തിരി. അപ്പം ഇവിടെ ഈ നമ്മുടെ ഇവിടെയൊക്കെ അവിടെ അതിനകത്തൊരു പ്രത്യേക ക്യാൻറ്റീനുണ്ട് ഈ മിലിറ്ററിക്കകത്ത്. അതിനകത്തുള്ള ഇന്ന് ടാക്സ് അടയ്ക്കണ്ട ഒരു കാര്യത്തിനും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു ഫാൻ എടുത്ത് അതിനകത്തുനിന്ന് ഒരു ഫാൻ എടുത്താൽ പകുതി വില കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് കിട്ടത്തില്ല, അവർക്കേ കിട്ടത്തുള്ളൂ. അവരെ കൊണ്ട് നമുക്ക് മേടിപ്പിക്കാം. അങ്ങനെ ഇഷ്ടം പോലെ എന്തു വേണേലും നമുക്ക് അതിനകത്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ വേർപാടുള്ളവരാണ്, വിശുദ്ധി ഉള്ളവരാണ്. നമ്മളത് കണ്ട് ജീവിക്കുക. സ്തോത്രം. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഥ്യം ഉപദേശം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതങ്ങനെയല്ല ഇങ്ങനെയല്ല, ആമേ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ചർച്ചിലൊക്കെ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ സിയോൻ അസംബ്ലി എന്ന് പറഞ്ഞ ഒരു ചർച്ച ഉണ്ട്. അത് ഞാൻ തുടങ്ങിയ ചർച്ച. ഒരു 100 പേര് ഇപ്പൊ അവിടെ ആരാധന കൂടുന്നുണ്ട്. 99 ഞാൻ തുടങ്ങിയതാണ്. അപ്പൊ ആ ചർച്ച ഞാൻ ആരംഭിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരന്റെ വീട്ടിലാണ്. മിഡിൽ ഈസ്റ്റ് വർഗീസ് അല്ലമൽ കമ്പനി കേട്ടിട്ടില്ലേ നിങ്ങൾ? മിഡിൽ ഈസ്റ്റ് വർഗീസ് അദ്ദേഹത്തിന്റെ അനിയന്റെ വീട്ടിലായിരുന്നു ആ ചർച്ച ഞാൻ തുടങ്ങിയത്. ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിൽ ചർച്ച വഴക്കുണ്ടായി, ബഹളമുണ്ടായി, കുറെ പേര് സഭയൊക്കെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ആഹാര പ്രശ്നമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. അപ്പം നമ്മൾ മുഖാന്തരം എന്ത് ചെയ്യരുതേ, ഒരു ദോഷം ചർച്ചിന് വരാതെ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാനത് വിടുന്നു, ഞാനത് ഇപ്പോൾ പറയാൻ സമയം കിട്ടുമ്പം പറയാം. നമുക്ക് കൊലോസി ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഒന്നുകൂടെ സ്റ്റാർട്ടിങ് വായിച്ച മക്കളെ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. കണ്ടോ? അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. എപ്പോഴും വഴക്ക് പറയുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സെന്ത് ചെയ്യും? എപ്പോഴും കുഞ്ഞുങ്ങളെ ദുർദനം പിടിക്കുക, എല്ലാം വഴക്ക് പറയുന്നവരുണ്ട്, ദുർദനം പിടിക്കാൻ അടിക്കുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ ശക്തി പോകും. മനസ്സിന് നല്ല പവറാണ്. അവർ അധൈര്യപ്പെടാതെ ഏത് കാര്യത്തിലും അവര് മുൻപോട്ട് പോകണം. അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എപ്പോഴും വിമർശനങ്ങളും, എപ്പോഴും കുറ്റം പറച്ചിലും, എപ്പോഴും കുറവ് പറച്ചിലും ഒന്നും അല്ല അരുത്. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ. ബാക്കി ഒന്നുകൂടെ വായിച്ചോ. കൊലോസി ലേഖനം 3-ാം അധ്യായം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. കണ്ടോ? അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മനസ്സിന് ശക്തിയില്ലാതെ കുഞ്ഞുങ്ങൾ പേടിച്ച് വിറച്ച് പോകും. എങ്ങനെ? എപ്പോഴും ഈ കുറ്റം പറച്ചിലും വിമർശനങ്ങളും തല്ലും അടിയും ബഹളവും അങ്ങനെ ഒന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ വളർത്തുക. ആമേ, സ്നേഹത്തോടെ ഇടപെടുക. അവരോട് ആമേ നമ്മളെപ്പോഴും കോപിക്കാതെ, ദേഷ്യപ്പെടാതെ, അരിശപ്പെടാതെ നല്ല നിലയിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും മാതാപിതാക്കൾ. ചിലർ കൈകൊണ്ടൊക്കെ അടിക്കുന്ന കാണാം. കുഞ്ഞുങ്ങളെ കൈകൊണ്ടൊക്കെ അടിക്കുക, വലിയ വലിയ വാക്കുകളൊക്കെ പറയും, വലിയ ചീത്തയൊക്കെ കുഞ്ഞു പിള്ളേരെ വിളിക്കുക, വലിയ ചീത്തയൊക്കെ കുഞ്ഞു പിള്ളേരെ വിളിക്കുക, കൈകൊണ്ട് അടിക്കുക, കാലുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ഈ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം.
ഒരു കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാ ഉണ്ടാകുന്നത്? യശയ്യാപ്രവാചകൻ എന്താ പറഞ്ഞത്? നിന്നെ ഉരുവാക്കിയവനും നിന്നെ നിർമ്മിച്ചവനും. സ്തോത്രം പറഞ്ഞ് ദൈവം ഉരുവാക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ കരം അതിനകത്ത് ഇടപെട്ടിട്ടാണ് നമുക്കൊരു തലമുറ ഉണ്ടാകുന്നത്. അന്ന് നമ്മുടെ ഗർഭത്തിൽ വെച്ച് ദൈവം നിർമ്മിച്ചെടുക്കുകയാണ്. 71 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ എന്നെ താങ്ങി. സ്തോത്രം. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആമേൻ ആമേ. ഈ മാതാവിന് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുപോലെ ദൈവം ഇതിനെ പുറത്തെടുത്തു. അതുകൊണ്ട് ദൈവം തരുന്ന ദാനമാണ്, ദൈവം തരുന്ന അനുഗ്രഹമാണ് മക്കൾ. ആൺകുഞ്ഞുങ്ങൾ ബാല്യത്തിൽ വളരുന്ന തൈകൾ പോലെയും പെൺകുഞ്ഞുങ്ങൾ അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൂണുകൾ പോലെ. വേഗം കല്യാണം കഴിച്ചോളും. മക്കൾ വലിയ അനുഗ്രഹമാ. എന്നിട്ട് വേഗം കേട്ടോ, ഞാൻ വെറുതെ ഓർപ്പിക്കുന്നത്. രണ്ടു വർഷം കഴിയുമ്പോൾ ഒരു പ്രതീക്ഷ നമുക്ക് നടത്തണം. ഇറച്ചി മീനും ഒക്കെ. മനസ്സിലായല്ലോ? അപ്പൊ അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോഴേ. അതുകൊണ്ട് ആമേ എല്ലാവരും വളരെ ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. ഇനി 2025 നമ്മൾ കയറാൻ പോവുകയാണ്. അടുത്ത മാസം കൂടെ കഴിയുമ്പോൾ ആമേ പുതിയ വർഷം നമുക്ക് ദൈവം തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പുതിയ വർഷത്തിൽ നമ്മൾ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. പുതിയ വർഷം എങ്ങനെയാ നമ്മൾ വന്നത്? കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ദോഷശക്തിയെ ദൈവം തടഞ്ഞു, ഇല്ലേ? 42 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം എന്താ ഞാൻ പറഞ്ഞത്? യോബ് 42:2. അറിവ് കൂടാതെ ആലോചന മറിച്ചിടുന്ന ഇവൻ 2024 ഇവിടെ നർത്തത്തില്ലെന്ന് വാദിച്ച ആലോചന ഒടേതമ്പുരാൻ മറിച്ചിട്ടു. പിശാച് നമ്മള് ഒരു മഹാരോഗിയാക്കി മാറ്റാൻ വേണ്ടി ആലോചന കൊണ്ടുവന്നു. അതും ദൈവം മറിച്ചിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ നന്മകളെ തകർത്ത് കളയാൻ വേണ്ടി പിശാച് ആലോചിച്ചു. അതും ദൈവം മറിച്ചിട്ടു. സ്തോത്രം പറഞ്ഞു. അങ്ങനെ 100 ആലോചന ദൈവം മറിച്ചിട്ടത് കൊണ്ട് ഈ വർഷം പൂർത്തീകരിച്ചു. സ്തോത്രം പറ. ദൈവം ഈ ആലോചനകളെല്ലാം മറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് തിരിച്ചു കയറി പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ഉള്ളു വഴി. പക്ഷേ ആലോചന ദൈവം മറിച്ചിട്ടു. ആലോചന ദൈവം മറിച്ചിട്ട ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കണ്ടേ? കയ്യൊക്കെ ഉറക്കി അടിച്ച് ആരാധിക്കണം. സ്തോത്രം. ദൈവം ആലോചന മറിച്ചിട്ടത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. നമുക്കെതിരെ വന്ന 100 ആലോചനകളുണ്ട്. ഇനി നമ്മുടെ ഹൃദയത്തിൽ തന്നെ എന്തെല്ലാം ആലോചന വന്നു. അവരോട് അങ്ങനെ കാണിക്കണം, അവരോട് ഇങ്ങനെ കാണിക്കണം, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. അതും ദൈവം മറിച്ചിട്ട്. ഇല്ലാതെ നമ്മൾ അതൊക്കെ ചെയ്തേരെ. എന്ത് ചെയ്തേരെ? അതൊക്കെ നമ്മളും ചെയ്തേരെ. ആമേ. പലരോടും നമ്മൾ എന്ത് ചെയ്തേനെ? എതിരായിട്ട് പ്രവർത്തിച്ചേരെ. അത് പ്രവർത്തിക്കാൻ തന്നെ കാര്യം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പൊങ്ങിയപ്പോഴും ദൈവം അതങ്ങ് മറിച്ചിട്ടു. സ്തോത്രം പറ. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആലോചന മറിച്ചിട്ട് 2024 നമ്മൾ കടക്കുക. പ്രൈസ് ദി ലോർഡ്. ആലോചന ദൈവം മറിച്ചിട്ടു. ഇനിയുണ്ട്, എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം പറയാം. ശത്രുവിന്റെ ആലോചനയെ ദൈവം തകർത്തു. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ശത്രുവിന്റെ ആലോചന ദൈവം തകർത്തില്ലായിരുന്നെങ്കിൽ ശത്രു 2024 നമ്മളെ തകർത്തേനെ. സ്തോത്രം പറഞ്ഞേ. ഇവിടെ വരത്തില്ല സിസ്റ്റർ, നിങ്ങളൊന്നും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്നും ഇവിടെ വരത്തില്ല. പക്ഷേ നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന പല തടസ്സവും ഒടേതമ്പുരാൻ മറിച്ചിട്ടോണ്ടാ ഇവിടെ വന്നത്. ഒടേതമ്പുരാൻ അതെല്ലാം മറിച്ചിട്ടോണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അല്ലെ നമ്മളിവിടെ ഒന്നും വരത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെ നിന്ന പല ആലോചനകളും കർത്താവ് തകർത്ത് തൂരക്കളഞ്ഞു. അതൊന്നും നിറവേറാൻ കർത്താവ് എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. 25 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, 24 കടക്കുക. സ്തോത്രം. കുറെ കൂടെ ആത്മീയമായിട്ട് മുന്നോട്ട് നമുക്ക് കടക്കാം. കുറെ കൂടെ മുന്നോട്ട് നമുക്ക് പോകാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ആമേ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മുൻപോട്ട് വന്ന് ഒരു വാക്കില് സിസ്റ്റർ ദൈവത്തിന് നന്ദിയും സാക്ഷിയും ഈ കുഞ്ഞിനെ തന്നതിനും നിങ്ങൾ ഇതിൻ്റെ പുറകിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതും വെറുതെ അല്ല. ആണോ? ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ ആരോഗ്യം കൊടുത്തൊരു ദൈവമാണ്. ആമേൻ. ഇതിന് 10 മാസം തികഞ്ഞ് പ്രസവിക്കാൻ ഇടയാക്കിയൊരു ദൈവമാണ്. സ്തോത്രം പറഞ്ഞേ. അതൊക്കെ ദൈവം ചെയ്ത ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതെല്ലാവരും ഒന്ന് അറിയണ്ടേ? സ്തോത്രം പറഞ്ഞേ. അതെല്ലാവരും കേൾക്കണ്ടേ? ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും കേൾക്കുമ്പോൾ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം പറഞ്ഞേ. ഇദ്ദേഹം എൻ്റെ കൂടെ 2-3 മാസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇടിച്ച് പിഴിഞ്ഞ് ഇദ്ദേഹത്തെ ശരിയാക്കി. എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം അത് അങ്ങോട്ട് മാറിയാൽ ഞാൻ വഴക്കുണ്ടാക്കും, അങ്ങോട്ട് അത് തിരിഞ്ഞു പോയാൽ ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ശാന്തനാകണം. അപ്പോൾ എന്നെ പലരും വിമർശിക്കുകയും എടുക്കുകയും ചെയ്ത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനതിനൊന്നും എതിര് പറയാൻ പോകുന്നില്ല. അങ്ങനെ കണ്ട് ഒത്തിരി മാറ്റം വരുത്തിയാണ് അങ്ങോട്ട് വിട്ടത്. അപ്പം കുഞ്ഞോട്ടിരിക്കട്ടെ, നിങ്ങൾ മുമ്പോട്ട് വരാം. യേശുവേ നന്ദി. ഒരു വാക്ക് സാക്ഷി പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. യേശുവേ നന്ദി. ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരും അകത്തുണ്ടായിരിക്കണം. യേശുവേ നന്ദി. പറഞ്ഞാട്ടെ സിസ്റ്ററെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പുത്തനാമേറുശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഈ ധരയിൽ ഖേദമെല്ലാം ആഞ്ഞു പോകുന്നേ. പുത്തനാമേറുശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഈ ധരയിൽ ഖേദമെല്ലാം ആഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ ഞാൻ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ ഞാൻ തേജസ്സേറും മോഹനാഗിരീട ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴുവേ. തേജസ്സേറും മോഹനാഗി രാജരാജനേശുവോട് കൂടെ വാഴുവേ. പറഞ്ഞു. ഓക്കെ. மே மாசம் இங்கிருந்து எங்க வீட்டுக்கு இந்தியாவுக்கு போனேன். கன்சீவ் இருந்ததுனால அப்புறம் போயிட்டு இருந்தேன். எங்க வீட்டுல டேடி மம்மி எல்லாமே வயசானவங்க. எனக்கு கொஞ்சம் பயமா இருந்துச்சு, எப்படி இதா. ஏன்னா அவங்க ஒரு ஹாஸ்பிட்டல் வர்றது கூட அவங்க ரொம்ப கஷ்டப்படுவாங்க. ரொம்ப கஷ்டப்பட்டு தான் கூட்டிட்டு போவோம். ஒரு லெவல்ல நானே போறேன் அப்படின்னு சொல்ற அளவுக்கு, தனியா போறேன்னு சொல்ற அளவுக்கு எனக்கு ஒரு பாரம் உண்டாச்சு. அப்ப திடீர்னு பாஸ்டர் எனக்கு போன்ல கால் பண்ணி, நான் யார்கிட்டயும் ஷேர் பண்ணல, திடீர்னு பாஸ்டர் போன் பண்ணி எனக்கு நீ ரொம்ப பயப்படுற அப்படிலாம் இல்லை, எல்லாமே கடவுள் எல்லாமே நேர்த்தியா செய்வாரு அப்படின்னு சொல்லிட்டு, நான் கடவுளுக்கு தான் தெரியும் நான் பயந்தது எல்லாமே பண்ணுவேன். திடீர்னு பண்ணது எனக்கு ரொம்ப ஆறுதலா இருந்துச்சு. அதே மாதிரி நான் இதாகும் போது எல்லாம் எல்லாம் வரும்போதும் லாஸ்ட்ல இவன் டெலிவரி டைம்ல பயங்கர மழை, எல்லாமே டைம் போற முடியாதுன்னு ஒரு சூழ்நிலை இருந்துச்சு. அப்படி இருந்த லாஸ்ட்ல எல்லாம் முடிஞ்சு கடவுள் குழந்தைய நான் கையில எடுக்கும்போது பாஸ்டர் தேவன் மூலமா பாஸ்டர் சொன்ன வேர்ட் என் வாழ்க்கையில அப்படியே நடந்ததை நான் நினைச்சேன். அதே மாதிரி கடவுள் இந்த அளவுக்கு என் மேல பாசமா என் கூட இருந்தாருன்னு எனக்கு அப்போ கடவுளுக்கு நன்றியும் கல்வியும் வந்துச்சு. கடவுள் குழந்தையும் என் மேல எந்த அளவுக்கு பாசமா இருந்துச்சு போடான்னு சொல்லிடுச்சு. ഒരു സാക്ഷി ചെയ്യാം. ആക്ച്വലി ലോകത്തില് എല്ലാവർക്കും കുഞ്ഞ് ജനിക്കുന്നത് ഒരു സാധാരണപ്പെട്ട കാര്യമുണ്ട്. ദൈവം എല്ലാവർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം വാക്കുതത്വം പറഞ്ഞിട്ട് അതിന് ആ വാക്കുതത്വത്തിൽ കുഞ്ഞ് ജനിക്കുന്നത് ഒരു പ്രത്യേകമാണ്. അതുപോലെ തന്നെ എനിക്കും ഞാൻ ഇവിടെ വന്നപ്പോ അപ്പോൾ എനിക്ക് ജോലി കിട്ടി, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്റെ ഓർമ്മയ്ക്ക് 2022 ഒക്ടോബർ തോന്നുന്നു, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവദാസരോടുകൂടി എന്നോട് പറഞ്ഞ് എനിക്ക് ഇന്ന് ഒരു കൊച്ചുണ്ടാവും, അത് പെൺകൊച്ചുണ്ടാകാൻ വാക്കുതത്വം പറഞ്ഞു. അപ്പോൾ എനിക്ക് ജോലി ടെമ്പററി കൺഫേം ആയി.
അതിനുശേഷം ഇപ്പോൾ വിസ എടുത്ത് വിസ ഇവിടെ എടുത്ത് ഇങ്ങോട്ട് വന്ന് അതിനുശേഷം ഇതൊക്കെ ദൈവം ഓരോരോ കാര്യങ്ങൾ അവരുടെ പ്ലാനിലാണ് ഞങ്ങൾ നടന്നത്. ഞങ്ങളുടെ പ്ലാൻ ഒന്നും ആദ്യം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവളുടെ ഫാമിലി ഇങ്ങനെ വിളിച്ചോണ്ട് വന്ന ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. എനിക്ക് ജോലി കിട്ടി ഒരു 4-5 വർഷം കഴിഞ്ഞ് നോക്കാൻ അങ്ങനെ ഒരു പ്ലാൻ വന്നത്. പക്ഷെ വാക്തത്വം ദൈവം എനിക്ക് തന്ന് അത് നിറവേറ്റിയാണ്. വാക്തത്വത്തോടി കുഞ്ഞ് ജനിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമാണ്. ഒന്നുകൂടി എനിക്ക് ഉറപ്പാണ്, വാക്തത്വത്തെ തന്ന് കുഞ്ഞു തന്നതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി തീർച്ചയായിട്ടും കുഞ്ഞിനും അത് ഉണ്ടാകും. അതൊരു വിശ്വാസം കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതും ഞാൻ അപ്പോ പെൺകൊച്ചു ഉണ്ടാകുന്ന എന്റെ വൈഫിനോട് കൂടെ ഞാൻ പറഞ്ഞില്ല ഈ വാക്തത്വം. എന്ന് വെച്ചാൽ അവളെ സങ്കടിപ്പിക്കാനല്ല, ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹമുണ്ട്. അവളുടെ വീട്ടുകാർക്ക് ആൺകുഞ്ഞാണ്. എന്റെ പോലെ അഭിപ്രായത്തിൽ അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞില്ല തുറന്ന്. കുഞ്ഞ് ജനിച്ച ശേഷം തന്നെ അവളോട് തന്നെ പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാം ദൈവം വാക്തത്വം. അങ്ങനെ ദൈവ വാക്തത്വത്തിൽ നിന്ന് വന്ന കുഞ്ഞ് ദൈവത്തിന് വേണ്ടി കുഞ്ഞ് നിൽക്കണം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവം എല്ലാ നിങ്ങളോട് കൂടെ ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ, ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നു. ഓക്കെ, രണ്ടുപേര് അല്ല എഴുന്നേറ്റ് പറയുമ്പോൾ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ഇത്ര നന്മകൾ നന്മകൾ ോളമെന്നെ കുടുംബവും എന്നുള്ളൂ. ോളമെന്നെ എന്നുള്ളൂ. ത്തോളം യോഗ്യതാ മായ യോഗ്യതാ. glory, glory, glory. ോളമെന്നെ ോളമെന്നെ കുടുംബവും എന്തുള്ളൂ. മകൾ നമ്മളിപ്പോൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ഇച്ചിരി ഇങ്ങോട്ട് കയറിയില്ലേ? ഷീബാടി ഇച്ചിരി ഇങ്ങോട്ട് കയറുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പോൾ വലത് കരം ഉയർത്തി ഞാൻ പറയുമ്പോൾ ദൈവദാസന്മാര് ഈ കുഞ്ഞിനെ മേടിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരം ഉയർത്തി അവരോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് അടുത്ത് നിന്നേ. അടുത്ത് ഇങ്ങോട്ട് ഫസ്റ്റ് ഇപ്പുറത്ത് വാ. അമ്മച്ചി ഒടിഞ്ഞു വാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അച്ചായനും കൂടി ഇങ്ങോട്ട് നടത്തുക. പ്രായമുള്ള രണ്ടുപേരും. ഓക്കെ, നമുക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. കുഞ്ഞിനെ പാസ്റ്റർ കൈ കൊടുക്കണം. ഞാൻ പറയും, ഇപ്പൊ വേണ്ട ഞാൻ പറയാം. നമുക്ക് ആ വാക്യം വായിക്കാം. വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ
13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. വേഗം വായിച്ചേ. മത്തായിയുടെ സുവിശേഷം അവർ 19-ാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി, യേശുവോ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി. മതി. യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കർത്താവിനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു. ഇപ്പോൾ ദൈവദാസന്മാര് ആ കുഞ്ഞിനെ മേടിച്ചിട്ട് കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് ഇപ്പോൾ അതിനെ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. അങ്ങനെ ദൈവദാസന്മാർ ഇത് മേടിച്ച് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരം ആ കുഞ്ഞിന്റെ മേൽ വെക്കും. സ്തോത്രം. അങ്ങനെ കുഞ്ഞിനെ ദൈവത്തിന്റെ കരം അനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ വേർതിരിക്കും. അനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവം വേർതിരിച്ച് അവരുടെ കയ്യിൽ കൊടുക്കും. സ്തോത്രം. എല്ലാരും കരങ്ങൾ ഉയർത്തിക്കേ, വലത് കൈ ഉയർത്തിക്കേ, എല്ലാരും ചേർന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉറക്ക പ്രാർത്ഥിച്ച്. സൗണ്ട് വരുന്നില്ല, ഉറക്ക പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ശക്തമായി പ്രാർത്ഥിക്കാം. ഗൗഡാരാജാ റീബാ ബാ 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 സംഘരാരദന ഗൗഡന ബല 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 റീബൽ കന്ദരദന ഗൗഡാരം റീബൽ കന്ദം ഗൗഡേരബലം. ആര് കണ്ണ് തുറക്കരുത്, എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കുഞ്ഞിനെ പേടിച്ച് യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഈ കുഞ്ഞിനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുക. ദൈവമക്കളെല്ലാരും ചേർന്നിപ്പം ആമേ കരം ഉയർത്തിപ്പിടിച്ചു, കരം ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഈ കുഞ്ഞിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവേ നീ കരം വെച്ച് ശിശുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ വേർതിരിച്ച് കരം വെച്ച് ഇവിടെ അനുഗ്രഹിക്കുന്നു. ഗൗഡാരാജാ റീബാ ബാ 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 സന്ധരാരജനക ഉടര ബല 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 റീബൽക്കന്തര ജനക ഉടാരം റീബം ബൗഡം രമനേ രാജം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരെ വേർതിരിക്കുന്നു. ആമേ. കർത്താവിന്റെ കരം ഈ കുഞ്ഞിന്റെ മേൽ വെച്ചിരിക്കാൻ സ്തോത്രം. കുഞ്ഞിനെ സന്ദർശിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും എല്ലാരും കൂടെ ചേർന്ന് കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാരും കൂടെ ചേർന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ സ്തോത്രം. പേരെന്തോ സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും
സ്തുതിച്ചിടുന്നു ദിനവും വളരെ നന്ദിയാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും വളരെ നന്ദിയാ. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇന്ന് തുടങ്ങി ഇവളെ പേരിപ്പോൾ അവളുടെ പിതാവ് പറയും, ആ പേരിനാൽ ഇവൾ അറിയപ്പെടും. പറഞ്ഞാട്ടെ. ലിയോണ പേൾ. ആ പേൾ ഒന്നുകൂടെ പറഞ്ഞേ. ലിയോണ പേൾ. ആ നാമത്തിൽ, ആ പേരിൽ ഇവള് ഇന്ന് തുടങ്ങി അറിയപ്പെടും. എല്ലാരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഇവളെ അമ്മച്ചിയുടെ കൈ കൊടുത്തിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇവനും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, സ്തോത്രം. നിങ്ങൾ അവിടെ മുട്ടുമേ നിൽക്കേ, രണ്ടുപേരും മുട്ടുമേ നിൽക്കേ. സ്തോത്രം. എല്ലാരും കൂടെ ചേർന്ന് ഈ അമ്മച്ചി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മച്ചി അവളെ ഒന്ന് മേടിക്കാൻ പറഞ്ഞു. അവനെ ഇനി വിളിക്കേ, അവന് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഓക്കെ, ഇവിടെ നിന്ന് എല്ലാരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കർത്താവേ ഇവളെ അനുഗ്രഹത്തോടെ വളർത്തുവാൻ, മാതൃകയിൽ വളർത്തുവാൻ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വളർത്തുവാൻ, പ്ലാൻ പ്രകാരം വളർത്തുവാൻ ദൈവം ഇടയാക്കണമേ. ശരീര സുഖത്തിലെ നന്ദി പറയുന്നു. രണ്ടാം കൊടുക്കാൻ ദൈവ പ്രശ്നം കൂടായി അവരുടെ ചിത്രനിൽക്കാതെ മൂലക്കല്ലായി ഇപ്പോഴേ വളർത്തുകൊണ്ടുവരാൻ ജപിക്കണം. ദൈവ പ്രശ്നം അതിൽ നടത്താൻ ജപിക്കാൻ വേണ്ടത് രണ്ടുപേർക്ക് വേണ്ടവരെ ഇവരുടെ കാലം പ്രശ്നം കൂടെ നടത്തിയിട്ട് ആളുകളെ ഒപ്പോഴുക വേണ്ടത് ഇപ്പോൾ നടത്തപ്പെടുന്ന സ്വന്തം ഇനി നീ നടത്തുമ്പോൾ കൃപയ്ക്ക് നന്ദി സ്വന്തം യേശു മൂലം തന്നെ. എല്ലാവർക്കും അവിടെ താണിരിക്കാം. 2025 കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 32 തൊട്ട് ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 32 തൊട്ട്. അവർ ഗെത്സമന എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങി പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഇനി ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാണ് 2025. എന്താ? ദൈവഹിതത്തിന് സമർപ്പിക്കുക. എന്റെ ഇച്ഛയല്ല, എന്റെ പ്ലാൻ അല്ല, എന്റെ പദ്ധതിയല്ല, നീ ഇച്ഛിക്കുന്നത് എന്തോ അത് 2025 നടക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഗെത്സമന തോട്ടത്തിൽ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ പുത്രൻ സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇച്ഛിക്കുന്നതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. പിതാവേ, നീ ഇച്ഛിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് പറയും 2025 ദൈവമേ, നിന്റെ ഹിതം നടക്കാൻ ഞാൻ ഏൽപ്പിക്കുന്നു, നിന്റെ ഹിതത്തിൽ എന്നെ സമർപ്പിക്കുന്നു. ആമേ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാൽവറി ക്രൂശിൽ മരിക്കാനാ, പക്ഷേ പിതാവിന്റെ ഇഷ്ടത്തിന് പുത്രൻ സമർപ്പിച്ചു. പുത്രൻ അത് വേദന നിറഞ്ഞതാണ്, വലിയ ഭാരം നിറഞ്ഞ കാര്യമാ. എങ്കിലും താൻ എന്ത് ചെയ്തു? സമർപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ ഹിതത്തിന് നിങ്ങളെ സമർപ്പിക്കുക.
ബ്രദറെ ഹല്ലേലൂയ. സമർപ്പിക്കുക. പൂർണ്ണമായിട്ട് ഇനിയുള്ള ജീവിതം ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, അല്ലേ? ആമേൻ. അതിനുവേണ്ടി ഗെത്സമന തോട്ടം യേശു 3 വട്ടം അവിടെ പ്രാർത്ഥിച്ചു. യേശുവേ സ്തോത്രം. ആ, ഇരിക്കാം. ഓക്കെ. ആ, ഗെത്സമന തോട്ടത്തിന്റെ പ്രത്യേകത. ഗെത്സമന തോട്ടം അത് യേശു പലപ്പോഴും അവിടെ വന്ന് പ്രാർത്ഥിച്ചു. യേശു ഗെത്സമന തോട്ടത്തിൽ ക്രൂശ് ചുമക്കുന്നതിന് മുമ്പ് 3 വട്ടം പ്രാർത്ഥിച്ചു. ആമേ. അത് പ്രാർത്ഥനയുടെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. ആമേൻ. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അങ്ങനെയൊന്നും പ്രാർത്ഥന നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യവുമില്ല. യേശു ഗെത്സമന തോട്ടത്തിൽ വന്നിട്ട് ഒരു കല്ലേറ് മുൻപോട്ട് ചെന്നിട്ട് നിലത്ത് കമിഴ്ന്നു വീണ്, മണ്ണകട്ടോ, ആ മണ്ണിൽ കമിഴ്ന്നു വീണ് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു 3 വട്ടം. എന്താ പഠിച്ചത്? ഒരു കല്ലേറ് മുൻപോട്ട്, അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ പുറകോട്ട് തള്ളണം. ഒരു കല്ലേറ് മുൻപോട്ട് കയറി തൻ്റെ ചുറ്റുപാടുണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും പുറകോട്ട് തള്ളി മാറ്റിയിട്ട് ഒരു കല്ലേറ് മുൻപോട്ട് കയറി. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഒരു സാഹചര്യം പുറകോട്ട് തള്ളിക്കളഞ്ഞിട്ടല്ല, എല്ലാം വെച്ചോണ്ടാ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതിനോട് നമുക്കത്ര യോജിപ്പില്ല. അതാ വായിക്കുന്നത്. ഒരു കല്ലേറ് ശിഷ്യന്മാരെല്ലാം വാതിക്കൽ നിർത്തി, 3 പേരെ അകത്ത് കയറ്റി ദൂരെ മാറ്റി നിർത്തി, എല്ലാം നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു കല്ലേറും കൂടെ ദൂരോട്ട് പോയിട്ട് യേശു വീണ് കിടന്ന്, മണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് അവൻ മുട്ടുമടക്കണോ? യേശു ഗെത്സമനത്തോട്ടത്തിൽ മണ്ണിൽ വീണ് കിടന്നെങ്കിൽ നമ്മൾ മുട്ടുമടക്കണ്ടേ? പ്രാർത്ഥിക്കുന്നത് ചൂയിങ്ങൻ തിന്നുകൊണ്ടാണോ? പ്രാർത്ഥിക്കല്ലോ കാലുമേ കാല് വെച്ചോണ്ടാണോ? സ്തോത്രം. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശുവേ നന്ദി. അത്രയും ഞാൻ ആ ഭാഗം വിടുന്നു. ഗെത്സമന തോട്ടത്തിന്റെ പ്രത്യേകത, എല്ലാരും കൈവിട്ട സ്ഥലം. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു 3 വട്ടം പറഞ്ഞു, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അവരാരേലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. സ്തോത്രം. രോഗശാന്തി മേടിക്കാനും അനുഗ്രഹം മേടിക്കാനും ഒക്കെ ഇവർ കൂടെ നടന്നു. യേശുവിൻ്റെ ഒരു വേദനയുടെ അനുഭവം വന്നു. അവിടെ വായിക്കുന്നത്, ഗെത്സമന തോട്ടത്തിൽ യേശു ചെന്നപ്പോൾ യേശുവിൻ്റെ രോമകൂപങ്ങളിലൂടെ രക്തം വിയർപ്പ് തുള്ളിയായി പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാം, കട്ട് കഴച്ചു വേദന കൊണ്ട്. ആ അവസരത്തിൽ ഒറ്റ എണ്ണം തിരിഞ്ഞു നോക്കിയില്ല. പത്രോസൊക്കെ ഉറക്കമായിരുന്നു. 2ാമത്തെ പ്രാവശ്യം യേശു കൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, പത്രോസെ ഒന്ന് എഴുന്നേക്കെ. സകലരും കൈവിടപ്പെട്ട സ്ഥലം. കർത്താവ് ഉപേക്ഷിച്ചു. പുള്ളി ചോദിച്ചു, പിതാവേ നീ എന്നെ കൈവിട്ടത്? പിതാവ് കൈവിട്ട സ്ഥലം, ശിഷ്യന്മാര് കൈവിട്ട സ്ഥലം, സകലരും ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എല്ലാവരും കൈവിടപ്പെടുന്ന ഒരനുഭവത്തിൽ വന്നാൽ നിങ്ങൾ വിശ്വാസത്തിൽ കാണുമോ? നിങ്ങൾ കാണുമോ? ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം പറഞ്ഞേ. കൂടെ നിന്നവരെല്ലാം മാറിയാലും, ദൈവസാന്നിധ്യം അല്പം മാറിപ്പോയാലും നിങ്ങൾ വിശ്വാസത്തിൽ കാണുമോ? പിതാവ് കൈവിട്ടിട്ടും യേശു ഗെത്സമന തോട്ടത്തിൽ സമർപ്പിച്ചു. പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക. എന്തിനാ വിട്ടുകൊടുത്തത്? ക്രൂശി മരിക്കാനായി കൊടുക്കുന്നത്. സ്തോത്രം. ഈ ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ പോയി മരിക്കാനാ കൊടുക്കുന്നത്. അതാ കർത്താവിന് അത് ഇഷ്ടമല്ലായിരുന്നു. കർത്താവിന് ഇഷ്ടമല്ല. അവിടെ എഴുതിയിട്ടുണ്ട്,
കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോ മാറ്റണം. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകാൻ. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല്, കർത്താവ് ഒരു കാര്യത്തിൽ നമ്മളോട് തുല്യനല്ല. ബാക്കി എല്ലാത്തിലും ദൈവം തുല്യനാ. ഒറ്റ കാര്യത്തിൽ, ഏതാ? പാപം ഒഴികെ. പുള്ളി പാപം ചെയ്തിട്ടില്ല. ബാക്കി എല്ലാത്തിലും നമ്മളോട് തുല്യനാ പുള്ളി. വേദനയിലും ഒക്കെ പാപം പുള്ളി ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്ക് പാപം ചെയ്യാത്തത് കൊണ്ട് ഈ പാപത്തിന്റെ വലിപ്പം പുള്ളിക്ക് അറിയത്തില്ല. കാരണം അത് ചെയ്തിട്ടില്ല പുള്ളി. അവിടെ വന്നപ്പോഴാണ് പുള്ളി അത് കണ്ടത്. മനുഷ്യൻ ചെയ്ത പാപം മൊത്തം ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് അത് യേശുവിന് കുടിക്കാൻ കൊടുത്തു. അതിന്റെ പേരാണ് ഈ പാനപാത്രം. മനസ്സിലായോ? അന്നേരമാണ് കർത്താവ് പാപത്തിന്റെ ആഴം കണ്ടത്. സ്തോത്രം. നമ്മൾ വിളിച്ച ചീത്തയുടെയും നമ്മൾ കാണിച്ച തോന്നിയവാസത്തിന്റെയും നമ്മൾ കാണിച്ച സകല വൃത്തികേടിന്റെയും ആ പാപമെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് പിതാവ് പറഞ്ഞു, ഇത് നീ കുടിക്കണം. കർത്താവ് പറഞ്ഞു, പറ്റുകയില്ല, കഴിയുമെങ്കിൽ ഇത് എനിക്ക് മാറ്റി തരണം, കഴിയുമെങ്കിൽ ഇത് മാറ്റി തരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെയും യേശു എന്തോ പറഞ്ഞു? അല്ല പിതാവേ, നിന്റെ ഇഷ്ടം നടന്നോട്ടെ. രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി സമർപ്പിച്ചത്. ആദ്യത്തെ പ്രാവശ്യം പുള്ളി സമർപ്പിച്ചില്ല. എന്തുകൊണ്ടാ? ഈ പാപം ചെയ്യാത്തൊരു മനുഷ്യന് പാപം കണ്ടപ്പം ബുദ്ധിമുട്ടുണ്ടായി. നമുക്കറിയാമല്ലോ, നല്ല ഡ്രസ്സ് ഇട്ട് നമ്മുടെ ദേഹത്ത് ചെളിക്കകത്ത് ഇറങ്ങാൻ പറഞ്ഞ നമുക്ക് ബുദ്ധിമുട്ടില്ലേ? സ്തോത്രം പറഞ്ഞ് പാപം ചെയ്യാത്ത യേശുവിനെ പാപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അത് ഏറ്റെടുക്കാൻ കർത്താവിന് ബുദ്ധിമുട്ടാ. ഇവിടെയാണ് ഗെത്സമനാത്തിന്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ രണ്ട് നീതികൾ നിറവേറുകയാണ്. ശരിക്കും പഠിക്കണം. രണ്ട് നീതി. ഒന്ന് ന്യായപ്രമാണത്തിന്റെ നീതിയാണ്. എന്താണെന്നറിയോ? പാപിയെ ശിക്ഷിക്കണം. അത് ദൈവം വെച്ച നീതിയാ, മനുഷ്യനുണ്ടാക്കിയതല്ല. ന്യായപ്രമാണം ദൈവമാണ് കൊടുത്തത്. പല്ലിന് പല്ലും ചെവിക്ക് ചെവിയൊക്കെ അത് ദൈവം കൊടുത്ത പ്രമാണമാണ്. അപ്പൊ തന്നെ പുതിയ നിയമത്തിലെ പ്രമാണം പാപിയെ വെറുതെ വിടുന്നു. ഇത് രണ്ടും പുള്ളിയുടേതാ. സ്തോത്രം പറഞ്ഞ് ഇത് രണ്ടും ദൈവത്തിൻ്റെതാ. ഒരു വശത്ത് ന്യായപ്രമാണത്തിന്റെ നീതി, പാപിയെ ശിക്ഷിക്കണം. പാപിയെ ശിക്ഷിച്ചാൽ പിന്നെ സ്വർഗരാജ്യത്ത് എല്ലാവരും പോകാൻ കാണുമോ? സ്തോത്രം പറഞ്ഞ് നമ്മൾ ചെയ്ത പാപത്തിന് ശിക്ഷ തന്നാൽ പിന്നെ നമ്മൾ ആരെങ്കിലും സ്വർഗരാജ്യത്തിൽ പോകാൻ കാണുമോ? അപ്പൊ കൃപയുടെ നീതി പാപിയെ വെറുതെ വിടണം. അപ്പൊ ഈ രണ്ട് നീതിയുടെ നടുക്ക് നിൽക്കുക കർത്താവ്. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറണം. അത് ദൈവത്തിന്റെ നീതിയാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറണമെങ്കിൽ അത് കർത്താവ് ഏറ്റെടുക്കണം. കൃപയുടെ നീതി നിറവേറണമെങ്കിൽ പാപിയെ വെറുതെ വിടണം. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് കർത്താവ് കുറച്ചു നേരം നിന്നിട്ട് പറഞ്ഞു, പിതാവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറുകയാ. ആ പാപം ഞാൻ അങ്ങ് കുടിച്ചോളാം. ആ നീതി നിറവേറി, കൃപയുടെ നീതി നിറവേറി, പാപിയെ വെറുതെ വിട്ടു. സ്തോത്രം പറഞ്ഞ് അങ്ങനെ രണ്ട് നീതികൾ നിറവേറുന്ന സ്ഥലമാണ് ഗെത്സമനാത്തോട്ടം. ഹല്ലേലൂയ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഈ പാപത്തിന്റെ ആഴം കണ്ടപ്പോൾ യേശു നിലത്ത് വീണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിലത്ത് വീഴാത്ത ആളാണ് ദൈവം. വെള്ളത്തിന് മീതെ ഇദ്ദേഹം നടന്നിട്ടുണ്ട്. യെരൂശലേം നഗരം മൊത്തം ഇളകിയിട്ടുണ്ട്. ആ മനുഷ്യൻ ഗെത്സമനായിൽ വീണുപോയി, മണ്ണിനകത്ത് വീണുപോയി. എന്താ കാര്യം? അത്രയ്ക്ക് വലുതായിരുന്നു ഈ പാപം. ഹല്ലേലൂയ പറഞ്ഞ് ദൈവവൈതലേ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നീതിയും കൃപയുടെ നീതിയും, രണ്ടു നീതിയും നൂറ്റാണ്ടുകളോളം ഈ ലോകത്തിൽ നിന്നു. ഇവിടെ ഒരു അവതാര പുരുഷന്മാരും ഇത് നിറവേറ്റിയില്ല. അത് നിറവേറ്റിയത് നമ്മുടെ കർത്താവാണ്. ന്യായപ്രമാണത്തിന്റെ നീതി പുള്ളി നിറവേറ്റി. ആ ശിക്ഷ പുള്ളി തന്നെ വഹിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആരും ഇന്നിവിടെ ഇരിക്കത്തില്ല. സ്തോത്രം പറഞ്ഞ് നമ്മൾ കാണിച്ച വൃത്തികേടിന് നമ്മുടെ കൈവെട്ടി ദൂരക്കളയണം. ഹല്ലേലൂയ പറഞ്ഞ് ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറാൻ വേണ്ടി നമ്മുടെ പാപം മുഴുവൻ കർത്താവ് ആ തോട്ടത്തിൽ വെച്ച് ഒരു പാത്രത്തിനകത്ത് മേടിച്ച് കുടിക്കുകയാണ്. ആ പാത്രത്തിന്റെ പേരാണ് കുരിശ്. സ്തോത്രം പറഞ്ഞ് കാൽവരി കുരിശാ കാണുന്നത്. അത് വേണ്ടെന്നാ പുള്ളി പറഞ്ഞത്. പക്ഷെ ഏക്കാതിരിക്കാൻ ഒക്കത്തില്ല. ന്യായപ്രമാണത്തിന്റെ നീതി നിറവേറണ്ടേ, കൃപയുടെ നീതി നിറവേറണ്ടേ. രണ്ട് നീതി നിറവേറി. ഒന്ന്. രണ്ട്, സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം പാപിയെ വെറുതെ വിടണം. അത് ദൈവത്തിന്റെ സ്നേഹമാണ്.
അപ്പൊ തന്നെ ദൈവവചനത്തിന്റെ നീതിയാണ് പാപി ശിക്ഷിക്കപ്പെടണം. ഇത് രണ്ടും നിറവേറണം. ദൈവവചനത്തിന്റെ നീതി പ്രകാരം ഒരു കുറ്റം ചെയ്താൽ ആളെ ശിക്ഷിക്കണം, അത് ദൈവം വെച്ച നിയമമാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അവനെ സ്നേഹിക്കുകയും ചെയ്യണം. അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കാൻ ഒക്കുവോ? അങ്ങനെ ദൈവ സ്നേഹത്തിന്റെ നീതി നിറവേറുന്ന സ്ഥലമാണ് ഗെത്സമന. ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞു, ഒറ്റ കാര്യമാണ് പറഞ്ഞത്. പിതാവായ ദൈവത്തിന്റെ കരത്തിലേക്ക് ക്രൂശ് എടുക്കാൻ യേശു സമർപ്പിക്കുന്ന സ്ഥലമാണ് ഗെത്സമന. സ്തോത്രം പറഞ്ഞ്, പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, 2025 ദൈവത്തിന്റെ കരത്തിൽ നിന്നെ സമർപ്പിക്കാവോ? നിന്നെ സമർപ്പിക്കാൻ പറ്റുമോ? ദൈവമേ, നിന്റെ ഹിതം എന്താണോ അത് എൻ്റെ മേൽ നിറവേറട്ടെ, അത് എന്നിലൂടെ നടക്കട്ടെ, അതിന് ഞാനിതാ സമർപ്പിക്കുന്നു, അതിന് ഞാനിതാ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഗെത്സമന തോട്ടത്തിൽ വെച്ച നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് യേശു സമർപ്പിച്ചു. 2024 തീരുന്നതിന് മുൻപേ ദൈവവൈതലേ, ഇന്ന് രാത്രി നിന്നെ സമർപ്പിക്കേ. ദൈവഹിതം നിന്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കട്ടെ. ഇനിയുള്ള സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ, 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 ആമേൻ. എല്ലാ ദൈവമക്കളും ആമേൻ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ, മുമ്പോട്ട് കയറി നിൽക്കാവുന്ന